അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സത്യവിശ്വാസികളെ, അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് കാറ്റ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമിൻ ആയാതിഹി അൻ യുർസിലർ റിയാഹ മുബശ്ശിറാത്തിൻ വലിയുദീഖകും മിർ റഹ്മതിഹി വലിതജ്രിയൽ ഫുൽകു ബിഅംരിഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. സന്തോഷവാർത്ത അറിയിക്കുന്നവയായിക്കൊണ്ടും അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങളെ ആസ്വദിപ്പിക്കുവാൻ വേണ്ടിയും അവന്റെ കൽപ്പനപ്രകാരം കപ്പൽ സഞ്ചരിക്കുവാൻ വേണ്ടിയും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുവാൻ വേണ്ടിയും അവൻ കാറ്റുകളെ അയക്കുന്നു എന്നുള്ളത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. നിങ്ങൾ നന്ദി കാണിക്കുന്നവരായേക്കുവാൻ വേണ്ടിയുമാണത്. മഴയുടെ മുന്നോടിയായി സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റിനെ അല്ലാഹു സുബ്ഹാനഹു വതആല അയക്കുന്നു. അല്ലാഹു പറയുന്നു, വഹുവല്ലദീ അർസലർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറാ. അവനാകുന്നു തന്റെ കാരുണ്യത്തിന്റെ മുമ്പായി സന്തോഷസൂചകമായി കാറ്റുകളെ അയച്ചവൻ. ആകാശത്തുനിന്നും നാം ശുദ്ധമായ ജലം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല കാറ്റിനെ ശിക്ഷയായിക്കൊണ്ട് ഇറക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ആദ് സമുദായത്തെപ്പറ്റി പറഞ്ഞു, വഫീ ആദിൻ ഇദ് അർസൽനാ അലൈഹിമുർ റീഹൽ അഖീം മാ തദറു മിൻ ശൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലത്ഹു കർറമീം. ആദ് ജനതയിലും ദൃഷ്ടാന്തമുണ്ട്. നാം അവരുടെ മേൽ ഒട്ടും ഗുണകരമല്ലാത്ത വന്ധ്യയായ കാറ്റിനെ അയച്ച സന്ദർഭം. ആ കാറ്റ് ചെന്നെത്തിയ ഒരു വസ്തുവിനെയും അത് ദ്രവിച്ച് തുരുമ്പ് പോലെ ആക്കാതെ വിട്ടുകളഞ്ഞിരുന്നില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് കാറ്റ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷയായിക്കൊണ്ടും കാരുണ്യമായിക്കൊണ്ടും ചിലപ്പോൾ സത്യവിശ്വാസികളെ സഹായിക്കുന്ന സൈന്യമായിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല കാറ്റിനെ അയക്കുന്നു. കാറ്റിനെ ശപിക്കുവാനോ ചീത്ത വിളിക്കുവാനോ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബുർ റീഹ ഫഇന്നഹാ മിൻ റൗഹില്ലാഹ് തഅതി ബിർറഹ്മതി വൽ അദാബ് വലാകിൻ സലുല്ലാഹ മിൻ ഖൈരിഹാ വതഅവ്വദൂ ബില്ലാഹി മിൻ ശർരിഹാ. നിങ്ങൾ കാറ്റിനെ പഴിക്കരുത്. നിശ്ചയമായും അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അത് അനുഗ്രഹത്തെയും ശിക്ഷയെയും കൊണ്ടുവരും.